മിഥുന്റെ സ്കൂളിൽ നമുക്കിപ്പം കണ്ണൻ നായർ ചേരുന്നുണ്ട്. കണ്ണൻ, വളരെ കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ മിഥുൻ ആ സ്കൂളിലേക്ക് എത്തിയത്. അതും NCC ഒക്കെ ഉള്ള സ്കൂളാണ് എന്ന് തിരഞ്ഞു പിടിച്ച് പട്ടാളക്കാരന് ആകാൻ ആഗ്രഹമുള്ള മിഥുൻ അവിടേക്ക് എത്തിയത്. ടീച്ചർമാർക്കും കുട്ടികൾക്കും ഒക്കെ അവനെ പറ്റി പറയാൻ 100 നാവാണ്. അവിടേക്ക് ഇന്ന് അവന്റെ മൃതദേഹം എത്തുമ്പോൾ എങ്ങനെ അവരും താണ്ടുമെന്നുള്ളതാണ്. ഒരു സങ്കടക്കടലാണ് ഈ സ്കൂളിലുള്ളത്. കാര്യം കുഞ്ഞിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമ്പോൾ അധ്യാപകരുണ്ട്, സഹപാഠികളുണ്ട്, അവൻ്റെ സീനിയേഴ്സായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾ, 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുണ്ട്. അവരൊക്കെ തന്നെ ഇന്നലെ അവരൊക്കെ തന്നെ പേഴ്സണലി സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും വലിയ വിഷമത്തോടു കൂടിയാണ്. കാര്യം 8ാം ക്ലാസ്സിൽ 1.5 മാസമേ ആയുള്ളെങ്കിലും വലിയ രീതിയിൽ ബാക്കിയുള്ള മുതിർന്ന ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒക്കെ തന്നെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും എന്ത് കാര്യത്തിലും പെട്ടെന്ന് ചാടി ഇറങ്ങി ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അവന് വലിയ ആഗ്രഹമായിരുന്നു സൈനികനാവുക എന്നുള്ള ഒരു ആഗ്രഹം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂൾ തന്നെ തിരഞ്ഞെടുത്തത്. ഈ സ്കൂളിൽ NCC യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ NCC യൂണിറ്റിൽ തുടക്കത്തിലുള്ള പരിശീലനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സൈനികനാകാൻ വേഗത്തിൽ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നിരിക്കാം ആ കുഞ്ഞിന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയൊക്കെ എത്തിയത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും PTയുടെയും MPTയുടെയും ഒക്കെ പേരിലുള്ള ഒരു വലിയ ഫ്ലെക്സ് ബോർഡ്, അതിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞ്. ഞാൻ മൃതദേഹം നേരിട്ട് കണ്ട ഒരാളാണ്. ആ മരണം കഴിഞ്ഞ് തൊട്ട് അടുത്ത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചപ്പോൾ കണ്ടതാണ്. ആ ശരീരത്തിൽ ചൂട് മാറുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ കണ്ടതാണ്. അപ്പോഴും ആ മുഖത്ത് ഒരു ഓമനത്വമുണ്ട്, ഒരു ചിരിയുടെ ഒരു ബാക്കിയുണ്ട്. അങ്ങനെയുള്ള എപ്പോഴും നിറചിരികളോടുകൂടി ഉള്ള ഒരു കുഞ്ഞായിരുന്നു. കാര്യം വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷേ അവയൊന്നും അവൻ്റെ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ അവൻ്റെ ജീവിത രീതിയെയും ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല. സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ എല്ലാവരോടും വലിയ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന, എല്ലാവരുടെയും സഹജീവികളായിട്ടുള്ള കൂട്ടുകാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം മികച്ച മിടുക്കനായ മകനായിരുന്നു. ആ തേജസ് അവന്റെ മുഖത്തുണ്ട്. ഇന്ന് ആ സ്കൂളിലേക്കാണ് മിഥുൻ ജീവനറ്റെത്തുന്നത്. അതെങ്ങനെ ആ അധ്യാപകരും ഒപ്പം പഠിച്ച സഹപാഠികളും ഉൾക്കൊള്ളുമെന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. എന്തായാലും വലിയൊരു തീരാനഷ്ടം തന്നെയാണ് മിഥുന്റെ വിയോഗം. നമുക്കിനി ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിന്ന് AK സ്റ്റെഫിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ മിഥുന്റെ മൃതദേഹം അവിടെ എത്തിക്കുമ്പോൾ അന്ന് അവന് പരിചയമില്ലാത്ത ആളുകൾ പോലും വിങ്ങിപ്പൊട്ടുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ന് വീണ്ടും അവന്റെ ഭൗതിക ശരീരം അവിടെ നിന്നും വിലാപയാത്രയായി പോകുമ്പോൾ കൂടി ആ അവസ്ഥ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. തീർച്ചയായിട്ടും ജയലക്ഷ്മി, ഒരുപാട് പേര് ഇങ്ങോട്ട് ഇതിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ എല്ലാം മനസ്സിലെ ഒരു നോവായി മിഥുൻ മാറിയിട്ടുണ്ട് ഇതിനോടകം തന്നെ. കാരണം അത്രയധികം ദയനീയമായിട്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചുള്ളൊരു പോക്ക്, അതൊരു ആശ്വാസത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ ഒരു പുതുജീവിതത്തിലേക്കുള്ളൊരു പോക്കാണ്. കാരണം രോഗമൊക്കെ ഭേദമായി അത്തരത്തിലാണ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങി പോകുന്നത്. പക്ഷേ ഇതിൻ്റെ ജീവിതം ഒന്ന് നോക്കൂ, 13 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൻ ജീവിച്ച അത്രയും കാലയളവിനേക്കാൾ ഇനി എത്ര 10 മടങ്ങ് വർഷം, പതിറ്റാണ്ടുകൾ ഇനി അവന് ജീവിക്കാനുണ്ട്. പല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു നൽകാനുണ്ട്. അവന് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു, സൈനികനാവണം തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒരു പറക്കമുറ്റുന്നതിന് മുമ്പ് കൊഴിഞ്ഞുപോയ ഒരു സ്ഥിതിയിലാണ് യഥാർത്ഥത്തിൽ മിഥുൻ ഇവിടെ ഈ മോർച്ചറിയിൽ തണുത്തുറഞ്ഞു കിടക്കുന്നത് എന്ന് പറയാം. അല്പസമയത്തിനും തന്നെ ഇങ്ങോട്ടേക്ക് കൂടുതൽ ആളുകൾ, പഞ്ചായത്തിൻ്റെ പ്രതിനിധിച്ചുള്ള ആളുകൾ, ജനപ്രതിനിധികൾ, അവരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും. അടുത്ത ബന്ധുക്കളെത്തും. അവരെത്തിയാണ് ഇതിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങേണ്ടത്. ഇപ്പോൾ നിലവിലേതായാലും താലൂക്ക് ആശുപത്രിയിലേക്ക് ആരും തന്നെ എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് മിഥുൻ പഠിച്ച സ്കൂളും അതോടൊപ്പം വീടും ഉള്ളത്. ഏതാണ്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ആദ്യം പോകുന്നത് സ്കൂളിലേക്കാണ്. അതൊരു വിലാപയാത്രയായിട്ട് ആ സ്കൂളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ നേരത്തെ രാഹുൽ സംസാരിച്ചപ്പോൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ അല്പസമയം കഴിയുമ്പോഴേക്കും ആളുകൾ എത്തും. അതിനുശേഷം വിലാപയാത്രയായിട്ടായിരിക്കും മിഥുന്റെ ഭൗതിക ശരീരം സ്കൂളിലേക്ക് കൊണ്ടുപോവുക. അത്യന്തം ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്.